ഇന്ന് ഇച്ചിരി പായസം കുടിക്കാനൊരു കൊതി വന്നു. നമ്മുടെ പണ്ടത്തെ അരിപ്പായസം ഉണ്ടല്ലോ, ഈ മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അരിപ്പായസം ഉണ്ടാക്കി ഇങ്ങനെ ചൂടോടെ ഊതി ഊതി കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ പണ്ടേ ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പായസമാണിത്. അതിനായിട്ട് നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സാധാ പച്ചരി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒരു മംഗലത്തിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുക. അതിലേക്ക് ഒരുപാടൊന്നും വെക്കുന്നില്ല, ഇവിടെ അധികം ആരും മധുരമൊന്നും കഴിക്കത്തില്ല, ഞാൻ തന്നെ കുടിക്കണം. എല്ലാവരും കുറച്ചൊക്കെ കുടിക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം, എൻ്റെ അമ്മ പണ്ടുണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ ഒരു മംഗലം നമ്മൾ കുറച്ച് വെള്ളം വെച്ച് അടുപ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് അരി എടുത്തിട്ടുള്ളൂ, ഒരു 3/4 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പം ഇത് ഉണ്ടാക്കാം. അരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും തേങ്ങാപ്പാലാണ് പണ്ട് ഒക്കെ ചേർത്തിരുന്നത്. ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചതച്ച് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത്, തേങ്ങാപ്പാൽ മാത്രമായിട്ട് ചേർത്തില്ല, അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അരി കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തേങ്ങ ചേർത്തു. പിന്നെ അതിലേക്ക് ശർക്കരയും കൂടി ഇട്ടു. കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 250 ഗ്രാം ശർക്കര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, മധുരത്തിന് ഇത് മതി. പായസമൊക്കെ നമ്മുടെ പാകമായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു പറ്റിയുണ്ട്. ഒരുപാട് പറ്റത്തില്ല, നമ്മൾ പൊങ്കാല പായസം പോലെ പറ്റത്തില്ല, ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്ന അരിപ്പായസമാണിത്. പണ്ട് ശബരിമല പോകുമ്പോഴും ഇച്ചിരി ജീരകവും ഏലക്കായും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ട് ശബരിമല പോകുമ്പോഴും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ച ആണ്ടിന് കന്നി അഞ്ചിനൊക്കെ ഇതുണ്ടാക്കുമായിരുന്നു. പിന്നെ കുറച്ച് നെയ്ക്കകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും വറുത്തിടുന്നു. ഇന്നത്തെ പായസത്തിൽ നമ്മൾ നട്ട്സൊക്കെ ആണല്ലോ ഇടുന്നത്, പണ്ട് ഇതൊക്കെയായിരുന്നു ഇടുന്നത്. അപ്പം അങ്ങനെ പണ്ട് കുടിച്ച ഒരു പായസം ഉണ്ടാക്കാൻ ഒരു കൊതി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അയലത്തുള്ളവരൊക്കെ കൂടെ വന്ന് വലിയ ആഘോഷമായിട്ടൊക്കെ ആയിരുന്നു, ഒരുപാട് തേങ്ങയൊക്കെ തിരിഞ്ഞി പാലൊക്കെ എടുത്തൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്, ഈ മരിച്ചവരുടെ ആണ്ടിനും കന്നിയഞ്ചിനും ഒക്കെ. അപ്പം നല്ല രസമായിരുന്നു. അയലത്തുകാരെല്ലാം കൂടെ വന്ന് പിന്നെ എല്ലാവരും വിളമ്പി കുടിച്ച് അയലത്തുകാർക്കൊക്കെ കൊടുത്ത്